അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി മുൻ സംസ്ഥാന അധ്യക്ഷൻ നിർമ്മൽ ഖാത്രി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഖാത്രി അറിയിച്ചു. ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി എൻസിപി അധ്യക്ഷൻ ക്ഷേത്ര ട്രസ്റ്റിന് കത്ത് നൽകി. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും ആർജെഡി നേതാവുമായ ലല്ലു പ്രസാദ് യാദവും ക്ഷണം നിരസിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ച നേതാക്കൾ പങ്കെടുക്കാത്തതിൽ രാഹുൽ ഗാന്ധി അടക്കം വിശദീകരിക്കുമ്പോഴും നേതാക്കൾ അയോധ്യയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ചില നേതാക്കളുടെ ഈ സമീപനം കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഉത്തർപ്രദേശ് PCC മുൻ അധ്യക്ഷൻ നിർമ്മൽ ഖാത്രി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു. താൻ രാമഭക്തനാണ്, പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ പാർട്ടി ആരെയും വിലക്കിയിട്ടില്ലെന്നും ഖാത്രി ചൂണ്ടിക്കാട്ടി. അയോധ്യയിൽ നിന്നുള്ള നേതാവാണ് ഖാത്രി. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്ക്ക് NCP അധ്യക്ഷൻ ശരത് പവാർ കത്തയച്ചു. പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷം സമയം കണ്ടെത്തി ദർശനത്തിനെത്തും. അപ്പോഴേക്കും രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമെന്നും പവാർ കത്തിൽ പറയുന്നു. അയോധ്യ ഉയർത്തിയുള്ള BJP പ്രചാരണത്തെ പ്രതിരോധിക്കാൻ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാ മതസ്ഥരെയും പങ്കെടുപ്പിച്ച് തൃണമൂൽ കോൺഗ്രസ് സൗഹാർദ്ദ റാലി നടത്തും. സുന്ദർഖണ്ഡ് പാരായണം, ഹനുമാൻ ചാലിസ തുടങ്ങി നിരവധി പരിപാടികളാണ് ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ നടത്തുന്നത്. ആം ആദ്മി പാർട്ടിക്കും BJPക്കും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് ചോദിച്ച് AMIM നേതാവ് അസാദുദ്ദീൻ ഒവൈസി രംഗത്ത് വന്നു. RJD നേതാവ് ലാലു പ്രസാദ് യാദവും പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.